ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈ സ്വീറ്റിയറിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ചോയ് ലോറയോട് എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് വരെയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ലോറയോട് അവൻ പറയാണ്, എനിക്കിപ്പോൾ ഈ ഗെയിം ഫെയർ ആയിട്ട് കളിക്കണമെന്നാണ് ആഗ്രഹം, അല്ലാതെ എനിക്ക് നല്ല ഗിൽട്ടി ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനത് ഫെയർ ആയിട്ടേ കളിക്കുള്ളെന്ന്. അപ്പോൾ ലോറ ചോദിക്കുന്നു, അല്ല പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റി ഇങ്ങനെ ഈ ഫെയർ ആയിട്ട് കളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് മറ്റൊന്നും അല്ല, യൂനെ അങ്ങനെ പറ്റിക്കണമെന്ന് തോന്നുന്നില്ലെന്ന്. അപ്പോൾ അവൾ പറയുന്നു, നിനക്കിതെങ്ങനെ ഈസി ആയിട്ട് പറയാം, ഞാനിപ്പോൾ ആരാണ് വിന്നറെന്ന് വരുന്ന ഗസ്റ്റിനെ വരെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ അവരതിനനുസരിച്ചല്ലേ വിന്നറിനെ പറയുള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി എനിക്കത് മാറ്റാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്കേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ യുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയട്ടെ, നീ ഇവിടെ വെറുതെ ആക്ട് ചെയ്യാനായിട്ടാണ് വന്നത്, അല്ലാതെ ഇങ്ങനൊരു ഗെയിമേ ഇല്ല, അവനെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടാണ് നീ വന്നതെന്ന് ഞാൻ പറയട്ടെ എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചോയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജെയിംസ് വരുന്നുണ്ട്. അവനാണെങ്കിൽ ഇത് കേട്ടെന്ന് തോന്നുന്നു, പക്ഷെ അവൻ അതൊന്നും പ്രകടിപ്പിക്കാതെ ലോറയോട് പറയുന്നു മേഡത്തിന് കസ്റ്റമർ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവൻ പറഞ്ഞത് കേട്ടിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ചോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ജെയിംസ് ഇതൊക്കെ കേട്ടെന്ന്. അപ്പോൾ അവനോട് പോയി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു എന്ന്. അപ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചോയ് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് ബെഗ് ചെയ്യാൻ, നീ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അവനോട് പറയല്ലേന്ന്. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ചോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതിനുശേഷം കാണിക്കുന്നത് ചോയ് യുവിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റാണ് അത്. യുവിനെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അവനത് ചോയോട് പറയുന്നുമുണ്ട്. അതിനുശേഷം ചോയിയുടെ വീട്ടിൽ നിന്ന് യുവൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോകുന്ന വഴി യുവിനെ ആണെങ്കിൽ ജെയിംസ് കോൾ ചെയ്യുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ചോയിയുടെ വീടാണ് കാണിക്കുന്നത്. ചോയ് അവിടെ നിൽക്കുന്ന സമയത്ത് യുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ അവിടെ തറയിലെടുത്ത് എറിഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചോയ്ക്കാണെങ്കിൽ എന്തുകൊണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചോയ് ചോദിക്കുന്നു, എന്ത് പറ്റിയെന്ന്. അപ്പോൾ യുവൻ ചോദിക്കുന്നു, നിനക്ക് എന്താണെന്ന് അറിയത്തില്ലേന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് മനസ്സിലായില്ല, എന്ത് കാര്യമായാലും നീ തെളിച്ച് പറയാൻ. അപ്പോൾ അവൻ പറയുന്നു, അപ്പോൾ അവൻ ചോദിക്കുന്നു, ഇത്രയും നാൾ നീ എന്നെ ഫൂളാക്കുകയായിരുന്നല്ലേ, നീയും ആ ലോറയും തമ്മിലുള്ള ഡീലല്ലായിരുന്നു ഇതെല്ലാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ഇതെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, അല്ലാതെ മറ്റൊന്നും അല്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഒരു തെറ്റിദ്ധാരണയല്ല, എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ജെയിംസ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇനി ഫൂളാകാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നെന്നും പറഞ്ഞ് യൂൻ അവിടെ നിന്ന് പെട്ടെന്ന് പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചോയ് അവനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നൊന്ന് നീ കേൾക്കാം. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് നീ പറയുന്ന എന്നും കേൾക്കാൻ വയ്യ, അതുപോലെ എനിക്ക് ഇനി ഫൂളായിട്ടിരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയത്ത് ചോയ് ആണെങ്കിൽ ഓടിപ്പോയിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അവൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. യൂനും കരഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചോയ് ആണെങ്കിൽ കുറേ നേരം കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഓടി എങ്ങോട്ട് പോകുന്നുണ്ട്. അവൻ പോകുന്നത് ഏതോ പാർക്കിലേക്കാണ്. അവിടെ ഒരു ബെഞ്ചിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് അവൻ കാണുന്നത് അവൻ കൊടുത്ത ഗിഫ്റ്റ് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് യൂൻ പോയിട്ടുള്ളത്. അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവന് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ചോയ് ആണെങ്കിൽ ഒരുപാട് തവണ കോൾ ചെയ്ത് നോക്കുന്നുണ്ട് യൂനെ, പക്ഷെ അവനാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല. ഈ സമയം അവിടേക്ക് റെയാൻ വന്നിട്ട് അവനോട് പറയാണ്, ഷെഫ് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ഈ യൂൻ എവിടെ പോയി, വല്ല സിക്ക് ലീവാണോ എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ചോയ് അവനോട് പറയുന്നു, അവനെ വിളിച്ചിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ കഴിയുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതിന് ശേഷം ചോയ് ആണെങ്കിൽ യൂനും മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ നീ വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കുമെന്ന്. യൂൻ ആ മെസ്സേജ് കാണുന്നുണ്ടെങ്കിലും ചോയ്ക്ക് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ അവനെന്ന് ചോയ് അവനോട് ഐ ലൈക്ക് യു എന്ന് പറഞ്ഞതും അതുപോലെ ഇവനാണെങ്കിൽ തിരിച്ച് ഐ ലൈക്ക് യു ടു എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചോയ് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ അവനിങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് യൂൻ വരുന്നുണ്ട്. യൂനെ കണ്ടുടനെ ചോദിക്കുന്നു, നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തീന്ന്. അപ്പോൾ യൂൻ ചോദിക്കുന്നു, ഞാൻ എന്തിന് കോൾ അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യണ്, പക്ഷെ നിന്നെ ഞാൻ എത്ര ഹേറ്റ് ചെയ്യാൻ നോക്കിയാലും അതേസമയം ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഇഡിയറ്റ് ആണെന്ന് പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവൻ പറയുന്നു. ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത് എല്ലാ കാര്യങ്ങളും കള്ളമായിരുന്നല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് സങ്കടം വന്നിട്ട് അവനാണെങ്കിൽ യൂനെ ഹഗ് ചെയ്തിട്ട് പറയുന്നു. അപ്പോൾ ചോയ് അവനോട് പറയുന്നു,
പറയാണ് നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ ഫീലിങ്സ് ഒക്കെ സത്യമാണ് അല്ലാതെ കള്ളമൊന്നും അല്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് യൂൻ ചോയോട് ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ നീ എന്താ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണോ, നിനക്ക് ഗെയിം ഫെയർ ആയിട്ട് കളിച്ചുകൂടെ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ചോയ് അവനോട് പറയുന്നുണ്ട്, ഞാൻ ഗെയിം ഫെയർ ആയിട്ട് തന്നെയാണ് കളിക്കാൻ പോകുന്നത്, റിസൾട്ട് എങ്ങനെയാണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നതെന്ന്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ചോയ് വീണ്ടും യൂനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് പിണക്കമൊക്കെ മാറി രണ്ടുപേരും നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത ദിവസം മത്സരമാണ്. രണ്ടുപേരും മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഫുഡ് തയ്യാറാക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് ലോറയാണെങ്കിൽ ഗസ്റ്റിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അവൾ ഫുഡ് രണ്ടുപേരുടെയും കണ്ടിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരുടെ ഫുഡും കാണാൻ നല്ല ഭംഗിയുണ്ട്, രണ്ടുപേരും ഇതിൻ്റെ തീം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യൂനാണെങ്കിൽ പറയുന്നു എൻ്റെ ഫുഡിൻ്റെ തീം മെമ്മറീസ് ആണെന്ന്. അപ്പോൾ ചോയ് പറയുന്നു എൻ്റെ ഫുഡിൻ്റെ തീമെന്ന് പറയുന്നത് ലവ് ആണെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ലോറ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത് ചോയോടാണ്. അങ്ങനെ ചോയ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയാണ്. ഞാൻ ഈ ഫുഡ് തയ്യാറാക്കാനുള്ള കാരണമേ ലോറ ഡൈനിങ് ആണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ ഈ ഫുഡ് തയ്യാറാക്കിയതും ഇതിൻ്റെ തീം തന്നെ ലവ് ആയി മാറിയതും എന്ന് പറയുന്നുണ്ട്. ചോയ് പറഞ്ഞു കഴിഞ്ഞ് ലോറ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അവൾക്കത് ഇഷ്ടപ്പെടുന്നുമുണ്ട്. അടുത്തതായിട്ട് ഇനി യൂനല്ലേ പറയാനുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയാണ്, എൻ്റെ ഫുഡിൻ്റെ തീമെന്ന് പറയുന്നത് മെമ്മറീസ് ആണ്. ഞാൻ ഈ ഫുഡ് തയ്യാറാക്കാൻ കാരണമേ ഇവിടെ ഉള്ള കുറച്ച് മെമ്മറീസ് ആണെന്നും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് അവൻ്റെ ഷെഫ് എന്നുള്ള നിലയിലുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തതേ ഈ ലോറ ഡൈനിങ്ങിലൂടെയാണ്. അതുപോലെ അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, അവനും ലോറയും കൂടി ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത ദിവസമാണ്. അവനത് ഓർക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയണേ ഈ ഫുഡ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ എത്ര നേരമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഈ ഫുഡിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്കിപ്പോൾ പുതിയതായിട്ട് കുറച്ച് മെമ്മറീസും കൂടെ ഇവിടെയുണ്ട്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെമ്മറീസ് എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. അത് ചോയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ലോറയ്ക്ക് എന്തോ പോലെ തോന്നി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പിന്നെ അവൾ പറഞ്ഞു വെച്ചിരുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചോയ് തന്നെ വിന്നറാകുന്നു. അവൻ അങ്ങനെ അവിടുത്തെ ഹെഡ് ഷെഫായി മാറുന്നു. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് യൂന് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, നല്ല സന്തോഷമാണ്. അതുപോലെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് ചോയ് ഹെഡ് ഷെഫ് ആയതിന്. അതിനുശേഷം ലോറയും യൂനും സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ യൂനോട് ലോറ പറയുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തത് മറന്നിരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ നിൻ്റെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത് തൊട്ടുള്ള എല്ലാ പ്യുവറായിട്ടുള്ളതും അതുപോലെ ഹാപ്പി മൊമെൻറ്റ്സും എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ നിങ്ങൾ രണ്ടുപേര് തയ്യാറാക്കിയ ഫുഡിൽ ഏറ്റവും നല്ല ഫുഡ് നിൻ്റേത് തന്നെയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, പ്രത്യേകിച്ച് നീ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പോൾ ഇവിടെ പുതിയ ഹെഡ് ഷെഫ് വന്നിരിക്കുന്നു. അതുപോലെ ലോറ നീ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യത്തിനും നന്ദിയെന്നും യൂൻ അവളോട് പറയുന്നു. അപ്പം ഇതൊക്കെ കേട്ടതിന് ശേഷം ലോറ അവനോട് പറയുകയാണ്, യൂൻ നീ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും എന്ന്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ അവിടെ നിന്ന് ചോയ് കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ലോറ അവളെ പിണക്കമൊക്കെ മാറ്റിയിട്ട് യൂനിൻ്റെ അടുത്ത് വന്ന് നല്ല സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ട് നല്ല സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം യൂനും ചോയും കൂടെ ഡിന്നർ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ യൂൻ ചോയോട് പറയാണ്, നീ എനിക്ക് തന്ന പ്രോമിസ് കീപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി, അതുപോലെ നീ ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ചോയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവൻ അന്നൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നോ യൂന്, ആ ഗിഫ്റ്റ് വീണ്ടും യൂന് കൊടുക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ല നിനക്ക് ഈ ഗിഫ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ അവൻ പറയാണ്, മുമ്പത്തെ പോലെ നീ ഇത് എവിടെയും കളഞ്ഞിട്ട് പോവരുത്, എപ്പോഴും നിൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കണം, അതുപോലെ നീ എപ്പോഴും എന്നെപ്പറ്റി ഓർക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ നിന്നെ എപ്പോഴും എല്ലാ ദിവസവും ഓർക്കുമെന്ന്. എന്നിട്ട് അവൻ പറയുന്നത് നമുക്ക് കഴിക്കാം എന്ന്. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം യൂനെ പോലെ തന്നെ ചോയ് എല്ലാ കാര്യങ്ങളും ആ റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. യൂൻ പോയി റെസ്റ്റോറൻറ്റിനായിട്ട് ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് വരില്ലായിരുന്നോ, അതുപോലെ തന്നെ ചോയ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ 3 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അവൻ നല്ല രീതിയിൽ തന്നെ ആ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അവനെ ഒരുപാട് ഇഷ്ടമാണ്. ചോയ് കസ്റ്റമറിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ജെയിംസ് വരുന്നുണ്ട്. ജെയിംസ് അവനോട് പറയണേ, എന്തായാലും നമ്മുടെ പുതിയ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്.
അങ്ങനെ ചോയ് ആണെങ്കിൽ അവനോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുന്ന സമയത്ത് റയാൻ്റെ തല എവിടെയോ കയറി ഇടിക്കുന്നത് കാണുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഓർമ്മ വരുന്നത് ഇതിനു മുമ്പ് അവൻ്റെ തല ഒരു സ്ഥലത്ത് ഇടിച്ചതും അങ്ങനെ ഇനി ഇടിക്കാതിരിക്കാനായിട്ട് യൂൻ ഓരോ കാര്യങ്ങൾ ചെയ്തതൊക്കെയാണ്. അതിനുശേഷം ചോയ് പാർക്കിലൂടെ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓടി ചെന്ന് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് യൂൻ വരികയാണ്. അവനെ കണ്ടുടനെ ഓടി ചെന്ന് ഹഗ് ചെയ്തിട്ട് പറയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ചോയും യൂനും കൂടി ഇതിനു മുമ്പ് പോയ അതേ ബീച്ചിലൂടെ നടക്കുന്നതായിട്ടാണ്. അപ്പം നടക്കുന്ന സമയത്ത് യൂനാണെങ്കിൽ ചോയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചു കൊടുക്കുന്നു. ആ റെസ്റ്റോറൻറ്റ് മറ്റാരുടേതോ അല്ല, അവൻ്റെ സ്വന്തം റെസ്റ്റോറൻ്റാണ്. അവൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അവൻ ഇങ്ങനെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവനൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അകത്ത് കയറിയതിന് ശേഷം അവൻ പറയണേ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ഗസ്റ്റ് തന്നെ നീയാണെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ചതിന് ശേഷം ചോയ് ഒരു സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ കൊടുത്ത ഗിഫ്റ്റാണ് അവിടെ അവൻ വെച്ചിരിക്കുന്നത്. അതിനടുത്തേക്ക് പോയിട്ട് അവൻ പറയണേ ഇത് കൊള്ളാമല്ലോ ഇവിടെ ഇരിക്കുന്നത് കാണാനെന്ന്. എന്നിട്ട് അവൻ പറയണേ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് തന്നെ നീ എനിക്ക് വേണ്ടി തയ്യാറാക്കി തരാൻ. അങ്ങനെ യൂൻ അവന് ഫുഡ് തയ്യാറാക്കി കൊടുക്കുകയാണ്. അങ്ങനെ യൂനാണെങ്കിൽ ചോയ്യുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ് അന്ന് നമ്മൾ റോ ഫിഷ് കൊണ്ടുള്ള ഫുഡ് കഴിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ഫുഡിനെ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാൻ. അങ്ങനെ അവൻ കഴിച്ച് നോക്കിയിട്ട് പറയണ് നല്ല ഡെലീഷ്യസ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ യൂൻ അവനോട് പറയണേ ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നും ഇതിന് കൊടുത്തിട്ടില്ലെന്ന്. അപ്പോൾ ചോയ് കഴിച്ചിട്ട് അവനോട് പറയണ് മൈ സ്വീറ്റ് ഡിയർ എന്ന്. അങ്ങനെ അവനും ചിരിച്ചുകൊണ്ട് മൈ സ്വീറ്റ് ഡിയർ എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ചോയും ജെയിംസും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ ജെയിംസ് യൂനിനോട് വന്ന് പറയുന്നുണ്ടല്ലോ ഷെഫ് യൂൻ തങ്ങളെ ഒരു കസ്റ്റമർ വിളിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജെയിംസ് ചോയോടും പറയുന്നത്. അങ്ങനെ ചോയ് ആ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ കസ്റ്റമർ മറ്റാരുമല്ല യൂൻ തന്നെയാണ്. യൂനെ കണ്ടിട്ട് അവൻ ചോദിക്കുന്നു അല്ല സാർ എന്താണ് ഫുഡിന് പ്രോബ്ലം എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഫുഡിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, നല്ല ഇമ്പ്രസീവാണ് തൻ്റെ ഫുഡെന്ന്. എന്നിട്ട് അവനോട് കഴിച്ചു നോക്കാനും പറയുന്നുണ്ട്. അങ്ങനെ അവനത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും യൂൻ അവിടെ നിന്ന് എണീറ്റിട്ട് ചോയ്യുടെ അടുത്തേക്ക് പോവേണ്. എന്നിട്ട് ചോയ്യുടെ ഏർപ്പിന് പിടിച്ച് വലിച്ചിട്ട് യൂനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് തന്നെ ചോയിനെ നിർത്തുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെയാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായി മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടായി മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.